جرير بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لا يرحم الناس لا يرحمه الله. കാരുണ്യം എന്ന ഗുണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതത്തിൻ്റെ പര്യായമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണ്. പ്രവാചകനെ ഖുർആൻ വിശേഷിപ്പിച്ചത് റഹ്മത്തുല്ലിൽ ആലമീൻ എന്നാണ്, സർവ്വലോകത്തിനും കാരുണ്യബോധൻ എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതം തന്നെ അങ്ങനെയായിരുന്നു എന്നർത്ഥം. മൻ ലാ യർഹമിന്നാസ് ലാ യർഹംഹുല്ലാഹ്. ജനങ്ങളോട് ആർ കരുണ പ്രകടിപ്പിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ശൈലിയിലുള്ള വേറെയും വചനങ്ങൾ നമുക്ക് പ്രവാചകരിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, കാരുണ്യത്തെ അനുഭവിപ്പിക്കുകയാണ് ചെയ്തത്. തൻ്റെ മക്കളെ, പേരമക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് നിർത്തിയിട്ട് ആലിംഗനം ചെയ്ത് ചുംബനം നൽകിയപ്പോൾ ഗ്രാമീണരായ ഒരു സംഘം ആളുകൾ അത്ഭുതപ്പെട്ടു ഇരിക്കില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ മക്കളെ ചുംബിക്കേ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രതികരിച്ചത് എങ്ങനെയോ, മൻ ലാ യർഹം ലാ യുർഹം. ആർ കരുണ പ്രകടിപ്പിക്കുന്നില്ലയോ അവനുമേൽ കരുണ വർഷിക്കപ്പെടുകയില്ല, അവനുമേൽ കരുണ വർഷിക്കപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. കാരുണ്യം എന്ന ഗുണം അനുഭവിപ്പിക്കേണ്ടതാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലിയിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാൻ കഴിയും. ഉറുമ്പിനോട് പോലും, വളർത്തുമൃഗങ്ങളോട് പോലും, എല്ലാ സൃഷ്ടിജാലങ്ങളോടും ഒരുപോലെ കരുണയിൽ വർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയില്ലേ? ഒരിക്കൽ ഒരു യാത്രാ സംഘമായിട്ട് മുന്നേറുമ്പോൾ അവർ തീ പൂട്ടിയപ്പോൾ അതുവഴി ഉറുമ്പിൻ്റെ ജാഥ പോകുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവർക്ക് താക്കീത് നൽകി. ആരാണ് ഉറുമ്പിൻ്റെ വഴിയിൽ തീ പൂട്ടിയത്? ഉടനെ അണച്ചു കളയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ആ ജീവിതത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. കാരുണ്യം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പരസ്പര ബന്ധങ്ങളിൽ, രക്തബന്ധങ്ങളിൽ പോലും കരുണ ചൊരിയുവാൻ കഴിയാത്ത, കരുണ വറ്റിപ്പോയ, ആർദ്രത വരണ്ടുപോയ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ അർഹാം എന്ന് വിശേഷിപ്പിച്ചു, ഗർഭാശയത്തെ റഹം എന്ന് വിശേഷിപ്പിച്ചു. കാരുണ്യത്തിൻ്റെ നിറകുടമാണ് ഗർഭാശയം എന്ന അർത്ഥത്തിൽ. ഉമ്മയെപ്പോലെ കാരുണ്യത്തിൻ്റെ ആൾരൂപമായിട്ട് നമുക്ക് മറ്റാരെയാണ് കാണാൻ കഴിയുക? പക്ഷേ ആ നൊന്ത് പെറ്റ് പോറ്റിയ ഉമ്മ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. വഴിയോരങ്ങളിൽ കറങ്ങി നടന്ന് അവസാനം എവിടെയെങ്കിലും വൃദ്ധസദനത്തിലോ മറ്റോ എത്തപ്പെടുന്ന ഒരു കാഴ്ച നാം കാണുന്നില്ലേ? അതേപോലെ അതിൻ്റെ മറുവശമാണ് നൊന്തുപെറ്റ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നത്. അനാഥാലയങ്ങൾ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു, വൃദ്ധസദനങ്ങളും. എന്താ കാരണം? ഉറ്റവരെയും ഉടയവരെയും സംരക്ഷിക്കുവാൻ, രക്തത്തിൽ പിറന്നവരെ അവർക്കൊരു തണൽ നൽകുവാൻ നമുക്ക് തന്നെ കഴിയാതെ പോകുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അല്ലാതെ അതൊരു പരിഷ്കാരത്തിൻ്റെ ചിഹ്നമൊന്നുമല്ല. വൃദ്ധസദനം പരിഷ്കാരമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കും. യഥാർത്ഥത്തിൽ അത് ആരോരുമില്ലാത്തവർക്ക് ഒരു തുണയാണ്. എന്നാൽ സ്വന്തം മാതാപിതാക്കൾ പോലും കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരിക്കലും അതിൽ നന്മ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. റോഡപകടങ്ങളിൽ
റോഡിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വാരിയെടുത്ത് ആ ജീവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വെമ്പൽ ഇന്ന് പ്രകടമല്ല. ഒരുപക്ഷെ കയ്യിൽ ക്യാമറയുള്ള മൊബൈലുണ്ടെങ്കിൽ ആ രംഗം പോലും പകർത്തിയിട്ട് ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്ന പ്രകൃതമാണ് ഇന്ന് കാണുന്നത്. എത്ര ഭയാനകമാണ് ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തിൻ്റെ പ്രാധാന്യം. കരുണ പറ്റിയ മനസ്സുകളിൽ കാരുണ്യത്തിൻ്റെ നീരുറവ സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും നാം ശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾ എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അനാഥരോടൊപ്പം, അഗതികളോടൊപ്പം, അശരണരോടൊപ്പം തന്നെയാണ് പ്രവാചകൻ എന്നും കൂട്ടുനിന്നത്. അവർക്ക് തുണയായിട്ട് പ്രവാചകൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ പാലിയേറ്റീവ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. രോഗികളെ സന്ദർശിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, ഇത്തരം സംരംഭങ്ങളുമായിട്ട് അടുത്തിടപഴകുമ്പോൾ തീർച്ചയായും ആ കാരുണ്യത്തിൻ്റെ പങ്ക് പരസ്പരം വിതരണം ചെയ്യുവാൻ നമുക്ക് കൂടി അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു നാൾ ഒരുപക്ഷെ ആരാലും സംരക്ഷിക്കപ്പെടാതെ ഞാനും ഇതുപോലെ അന്യവൽക്കരിക്കപ്പെട്ടാലോ എന്ന് ആലോചിക്കാൻ കൂടി നമുക്ക് കഴിയണം. അപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകളിൽ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു എന്നതും നാം ഓർത്തിരിക്കേണ്ടതാണ്. അതിനാൽ അവനിൽ വിശ്വാസമർപ്പിച്ച്, പ്രതീക്ഷ അർപ്പിച്ച് ഈ പ്രവാചക വചനത്തെ അന്വർത്ഥമാക്കുവാനുള്ള നിരന്തരമായ കർമ്മങ്ങളിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മിൽ നിക്ഷേപിച്ച കാരുണ്യം എന്ന ഗുണം പരസ്പരം പങ്കുവെക്കുവാൻ, അതിൻ്റെ നന്മയെ വിളംബരം ചെയ്യുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.